Meet the editors. ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ എന്നാണ് ചോദ്യം. ഇപ്പം ജിമ്മി വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ ഇപ്പോൾ ചർച്ച തുടങ്ങുന്ന സമയത്താണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി KPCC മുന്നിൽ എന്ത് വഴിയാണുള്ളത്? ഇയാളെ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചു KPCC അധ്യക്ഷൻ്റെ പത്രസമ്മേളനത്തിൽ പുറത്താക്കിക്കൊണ്ടുള്ള ആ പ്രഖ്യാപനം വരും. അതിനുള്ള സൂചനയാണ് കെ മുരളീധരൻ നൽകിയത്, അതിനുള്ള സൂചനയാണ് ബിന്ദു കിഷൻ നൽകിയത്, ഷാനി മോൾ ഉസ്മാൻ നൽകിയത്, മുതിർന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും. രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് പറഞ്ഞത് ആ നല്ല വാർത്ത നിങ്ങൾക്ക് കേൾക്കാം എന്നാണ്. പക്ഷേ വാർത്ത ഈ നിമിഷവും നമ്മൾ കേൾക്കുന്നില്ല. ഈ ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ കോൺഗ്രസ്? അധികം താമസിയാതെ അധികം നേരം കാത്തിരിക്കേണ്ടി വരില്ല, നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം. ഇന്നത്തെ ഈ തർക്കത്തിനെല്ലാം ശേഷം ഒരു പാർട്ടി എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെയും പാർട്ടിയുടെയും അണികളുടെയും ഒക്കെ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ KPCCക്ക് ഒരു പരാതി കിട്ടുന്നു. വളരെ ഗുരുതരമായ പരാതിയാണ്. ആദ്യത്തെ പരാതിയേക്കാൾ ആഘാതം കൂടിയ പരാതിയാണ്. ആ പരാതി അപ്പോൾ തന്നെ DGPക്ക് കൈമാറുന്നതിലൂടെ കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ കൂടെ കൂട്ടാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് അയാളുമായി യാതൊരു ബന്ധവുമില്ല എന്നൊരു വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോൾ അടുത്ത നടപടി സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു. അത് എന്ത്, എങ്ങനെ, എപ്പോൾ എന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങുമ്പോൾ തന്നെ രാവിലെ അഡ്വാൻസ് ആയിട്ട് തോക്കിൽ കയറി വെടിവെച്ച ആളുടെ പേരാണ് കെ മുരളീധരൻ. അതൊരു തോക്കിൽ കയറിയുള്ള വെടിവെപ്പായിരുന്നു. പാർട്ടി ഒരു സംവിധാനം തീരുമാനം വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇത് സ്ഥിരം കോൺഗ്രസിൻ്റെ പരിപാടിയാണ്. സാധാരണ മറ്റു ചില നേതാക്കളാണ്. ഇന്ന് എന്തായാലും കെ മുരളീധരനാണ് ആ ബ്രഹ്മാസ്ത്രം അതങ്ങ് പ്രയോഗിക്കാൻ സമയമായി. ഇതുവരെ ബ്രഹ്മാസ്ത്രം ഒന്നും വന്നില്ല. ഇത് മാത്രമല്ല, വൈകുന്നേരം ആകുമ്പോൾ രാവിലെ കെ മുരളീധരൻ പറഞ്ഞ ബ്രഹ്മാസ്ത്രം തിരിഞ്ഞ് കോൺഗ്രസിൻ്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത്. ഇന്നത്തെ ചർച്ച കോൺഗ്രസ് എന്താ ഇവരെ കൈവിടാത്തതെന്നാണ്. ഒരല്പം കാത്തിരുന്നെങ്കിൽ, പാർട്ടിയായി തീരുമാനമെടുക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല ഇന്ന് വൈകുന്നേരത്തെ ചർച്ച. KPCC ഇന്നലെ ആ പരാതി DGPക്ക് കൊടുത്തതിൻ്റെ ക്രെഡിറ്റിനെ കുറിച്ചായിരിക്കുമായിരുന്നു ചർച്ച, അതിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചായിരിക്കുമായിരുന്നു ചർച്ച. അതല്ല ഉണ്ടായത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ബാക്കിയുള്ള നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വന്നു. ചാടിക്കേറി VM സുധീരൻ പ്രതികരിച്ചു, ഉടൻ നടപടി വേണമെന്ന് പറഞ്ഞു. ഓരോ നേതാക്കൾ എല്ലാവരും ഇറങ്ങി. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ അപ്പോൾ ഇത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായി സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മൊന കുറഞ്ഞ് വരികയും അവസാനം KPCC പ്രസിഡന്റ് ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി എന്നതിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ, കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ എത്ര നല്ല നടപടി എടുത്താലും അതിനെ അവസാനം പരാജയപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇതിപ്പോഴല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ പരാതി വരുമ്പോൾ ഈ കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ്, വിശദമായ വാർത്ത വരുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്യിപ്പിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടി പോരാ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ പുറത്താക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് തർക്കം തുടങ്ങിയതോടുകൂടി ഇതിൻ്റെ വിഷയം വേറൊരു വഴിയിലേക്ക് മാറി. അവിടെയും കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയും ചില നേതാക്കൾ അഡ്വാൻസായി കളിക്കുന്നതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണ്ട എന്നുള്ളതല്ല. ഒരു പാർട്ടിയാണെങ്കിൽ പാർട്ടിക്ക് അകത്ത് നിൽക്കണം, പാർട്ടിയുടെ രീതിയിൽ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കണം. അത് ഈ പ്രസ്ഥാനം ഒരു കാലത്തും അവർക്കത് അറിയില്ല, അവർക്കത് ചെയ്ത് ശീലവുമില്ല. അതുകൊണ്ട് എന്താ, പുതിയ കാലത്ത് എല്ലാ ദിവസവും വിട്ട അമ്പ് സ്വന്തം നെഞ്ചത്തേക്ക് കയറി അത് ഏറ്റവും വാങ്ങി ചത്തു വീഴേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലത്തും. അത് കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിയുമ്പോഴേക്കും UDF കൺവീനർ പറയണത് AI ശബ്ദമായിരിക്കാം എന്ന് പറയുകയാണ്. വീണ്ടും പാളയത്തിനകത്ത് പെടാം. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് തന്നെ ആളുകൾ ആളും ആരവുമായി പോയി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലം വരുന്നു. തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച, രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ കൊണ്ടുവന്ന് കാർ ഓടിച്ചയാൾ ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത്, നേമത്ത്, പത്തനംതിട്ടയിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് LDFിൽ നിന്ന് ഒരു നേതാവ് അവിടുന്ന് ചാടി കോൺഗ്രസിൽ വരുന്നു. 24 മണിക്കൂറിൽ അവരും മത്സരിക്കുന്നു. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഏറ്റവും ഗംഭീരമായി നടപടിയെടുത്ത കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പരാജിതനായി പോകുന്നത്. എന്നിട്ടോ ഒറ്റ സംശയം ഇതിനകത്തുള്ളൂ, എങ്ങനെയാണ് ഈ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തള്ളിപ്പറഞ്ഞ ഒരാൾ എങ്ങനെയാണ് പാർട്ടിക്കകത്ത് ഇത്രയും സജീവവുമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം കൂടെ നിർത്താനും അവർക്കെല്ലാം സീറ്റുകൾ വാങ്ങിച്ചു കൊടുക്കാനും അയാളുടെ കൂടെ പാലക്കാട് ഷോ കാണിക്കാൻ ഇറങ്ങുമ്പോൾ കൂടെ ആളുണ്ടാവുകയും ചെയ്തത്? അതാണ് ഇതിനകത്തെ അത്ഭുതം. എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ സംശയം ഇതിനകത്തുനിന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് നടപടി തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, VD സതീശനല്ലേ, അവനിപ്പോൾ അങ്ങനെ പുണ്യവാളനാകണ്ട എന്നാണ്. അതിൻ്റെ ക്രെഡിറ്റ് VD സതീശനോട് പോകുമോ എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയിൽ ഒരാളും മറ്റൊരാളെ വളരെ അനുവദിക്കില്ല. തവളകളുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ചാടിപ്പോ രക്ഷണം വാങ്ങിയാൽ കാലെ പിടിച്ച് താഴെയിടും. ഞണ്ടുകളുടെ തവളയല്ല, ഞണ്ടുകളുടെ കാര്യം അതുപോലെയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
കേരളത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ആരാണ് അതിനനുകൂലമായ പ്രസ്താവന നടത്തിയത്? അത് കെ സി വേണുഗോപാലാണ്. പ്രാദേശിക നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ് കെ സി വേണുഗോപാൽ ഒരു മടിയുമില്ലാതെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഇന്നെന്താ വാർത്ത? ഹൈക്കമാൻഡിൻ്റെ ക്ഷോഭമാണത്രേ. രാവിലെ പുറത്താക്കാൻ തീരുമാനിച്ച വാർത്ത മാധ്യമങ്ങൾ വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ വാർത്ത വന്നില്ല. അപ്പോൾ ഹൈക്കമാൻഡ് ക്ഷോഭിച്ചു. ഏത് ഹൈക്കമാൻഡ്? കെ സി വേണുഗോപാലാണ് സാർ കേരളത്തിലെ ഹൈക്കമാൻഡ്. ഈ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കെ സി വേണുഗോപാലിൻ്റെ അനുഗ്രഹാശികളോടെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വിചാരിച്ചിട്ട് ഒരു കാര്യവും നടക്കാതെ പോയത്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വാർത്ത ഹൈക്കമാൻഡ് തീരുമാനിച്ചു, പക്ഷേ ഇവിടെയുള്ള ആളുകൾ എന്തോ പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന മട്ടിലാണ്. എന്തൊരു ലജ്ജാകരമായ മീഡിയ ഓപ്പറേഷനാണ് നടന്നത്. ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഹൈക്കമാൻഡിൻ്റെ നേതൃത്വമുള്ള കെ സി വേണുഗോപാലിന് അനുകൂലികളായ ഒരു വിഭാഗം നിന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും വിചാരിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും സംഭവിക്കാതെ പോയത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, മറ്റേ മുൻ പ്രതിപക്ഷ നേതാവാണെന്ന് മാത്രമല്ല അയാളുടെ പേര് രമേശ് ചെന്നിത്തല എന്ന, ഇവർ രണ്ടുപേരും വിചാരിച്ചിട്ട് കാര്യങ്ങൾ നടന്നില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇങ്ങനെയാണ് ഒരു പാർട്ടി അതിൻ്റെ സ്വന്തം കാലിൽ വെടിവെച്ചുകൊണ്ട് കമിഴ്ന്ന് താഴെ വീഴുന്നത്. അതേസമയം അപ്പുറത്തോ ഒന്ന് നോക്കൂ, സ്വർണ്ണപ്പാളി കേസിൽ പാർട്ടിയുടെ CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ഒരാൾ, സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാൾ ജയിലിലായിട്ട് ഇപ്പോൾ 1.5 ആഴ്ച കഴിയുന്നു. എന്താണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? അത് കേസ് വിധി വരട്ടെ എന്നാണ്. അതെന്തോ ആട്ടെ, പക്ഷേ ഒരാൾ പോലും അതിനെതിര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല എല്ലാവരും അതൊരു ദേശീയ ഗാനം പോലെ ഏറ്റുപാടുകയാണ് ചെയ്തത്. ഇതിനു മുമ്പായിരുന്നല്ലോ ഇതേ പാലക്കാട് മുമ്പൊരു നേതാവിനെതിരെ പരാതി വന്നപ്പോൾ ആ പരാതി പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുകയും നമുക്കൊരു വലിയ വാക്ക് കിട്ടുകയും ചെയ്തു. തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്ന മട്ടിൽ. ഇന്ന് അതേ വാചകം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമാണ്. അവർ പറഞ്ഞു മുകേഷിൻ്റെ പീഡനം അത്ര തീവ്രതയുള്ളതായി ഞാൻ കരുതുന്നില്ലെന്ന്. വാക്ക് കിട്ടിയത് അവിടുന്ന്. MV ജയരാജൻ പറഞ്ഞു, EP ജയരാജൻ പറഞ്ഞില്ലേ ഒരാഴ്ച മുമ്പ്, മുകേഷ് അത് സിനിമാക്കാരനാണോ, സിനിമ പോലെയാണോ രാഷ്ട്രീയം എന്ന്? ഏത് കേസിനെ കുറിച്ചാണ്? ഫെബ്രുവരിയിലോ ജനുവരിയിലോ മറ്റോ കുറ്റപത്രം കൊടുത്തിട്ട് കേസ് വിചാരണയിലേക്ക് പോവാണ്. മുകേഷ് കുറ്റക്കാരനാണെന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. പക്ഷേ ഒരാൾ പോലും ഈ നറേറ്റീവിന് പുറത്തു പോകില്ല എന്നുള്ളതാണ് CPM-ൻ്റെ ഒരു കാര്യം. അതിനെ നിങ്ങൾ അടിമക്കൂട്ടമെന്ന് വിളിക്കാം. സത്യത്തിൽ അങ്ങനെ ഒരു കോർഡിനേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരാൾ പോലും എതിർത്ത് പറയില്ല. മറുവശത്ത് കാക്കോഫണി എന്ന് പറയും, ബഹളത്തോട് ബഹളമാണ്. ഒരു തരത്തിലും ഒരു കാര്യവും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നാളത്തേക്കാണ് തീരുമാനം വരേണ്ടിയിരുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോൺഗ്രസിന് പേടി എന്നുള്ളതിലേക്ക് ഹെഡ്ലൈൻ മുഴുവൻ മാറിപ്പോയി. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അങ്ങനെ കോൺഗ്രസ് സ്വന്തം കഴിവുകേട് കൊണ്ട് പരാജയപ്പെട്ട ഒരു ദിവസം കൂടി അവസാനിക്കുന്നു. വെൽക്കം ബാക്ക്. ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ എന്നതാണ് ചോദ്യം. ആൻഡ് അഗസ്റ്റിൻ, ഇന്നിപ്പോൾ രണ്ടാമത്തെ കേസെടുക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്ന വാർത്ത ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് എത്ര മൈലേജ് സമ്മാനിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ നിമിഷവും അയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. പ്രാഥമിക അംഗത്വത്തിൽ തുടരുകയാണ് ആ MLA. ഈ കോൺഗ്രസ്സിൽ പണ്ട് നമ്മൾ പറയുന്ന റിയൽ സംഘവും റീൽ സംഘവും ഉണ്ടെന്ന് പറയുമല്ലോ. ഈ റീൽ സംഘമാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡൗട്ടോ കാര്യത്തിനകത്ത് വേണ്ട. കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്നറിയോ? ഇനിയും കേസ് വന്നാൽ ഇങ്ങനെ നിൽക്കും. ഏത് സമയം ഉചിതമായ സമയമാകാത്തതുകൊണ്ട് നിൽക്കുകയാണ്. എന്നാണ് ഈ ഉചിതമായ സമയമാകുക? ഉചിതമായ സമയം എന്ന് പറയുന്നത് ഒരു 3-4 പരാതി കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പുറത്താക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനിയും പരാതി വരാനുണ്ട്, ഇനിയും FIR-കൾ വീഴും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? കാരണം ഈ പരാതി കൊടുക്കുന്നവരും കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ക്ഷമേൻ്റെ നെല്ലിപ്പലകയിൽ ചവിട്ടി നിൽക്കും. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ്. ഇത് കോൺഗ്രസ് പാർട്ടിനെ വിശ്വസിച്ചിട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ റീൽ സംഘത്തെ വിശ്വസിച്ചിട്ടല്ല, കോൺഗ്രസ് പാർട്ടീനെ വിശ്വസിച്ചിട്ടാണ് ഈ പരാതി കൊടുത്തവരൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്, നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നറിയോ? ഇതിൻ്റെ പിന്നണി പ്രവർത്തകരുടെ പേര് പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് മെല്ലെ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ പല ആൾക്കാരും വന്ന് തുടങ്ങി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇതിൻ്റെ ഉത്തരവാദി ഇന്നയാളാണ്, ഈ ഉത്തരവാദിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർക്ക് ഇന്ന കേസ് അറിയാമായിരുന്നു പറയുമ്പോൾ തീരും വെടിക്കെട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുവരെ അതിന് ഞാൻ വിചാരിക്കുന്നത് അറിയോ, കോൺഗ്രസ്സിൽ അതിലും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് 2 സംഘമായിരുന്നല്ലോ, ഇപ്പോൾ എത്ര സംഘമാണ് കോൺഗ്രസ്? കോഴിക്കോട് ഒരു ഭാഗത്ത്, കൊച്ചിയിൽ വരും വേറൊരു സംഘം, തിരുവനന്തപുരത്ത് വരും സംഘം, കണ്ണൂർ ഭാഗത്തേക്ക് ഇവർ വേറെ സംഘം. ഇവരെല്ലാവരും അടുത്തടുത്ത് കിട്ടുന്നവരെല്ലാം ഒന്നിച്ചിരുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ എങ്ങനെ തകർക്കുക, ഇവനെ എങ്ങനെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇനി പോകുന്നത് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതോ അതോടുകൂടി അവസാനിച്ചേനെ.
ഇന്ന് രാവിലെ വന്നിരുന്നിട്ട് എന്താ പറഞ്ഞത്? ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കേൾക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ്സുകാരും ഇരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇദ്ദേഹത്തെ തള്ളി പറയത്തുണ്ടോ? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളെ കാണിച്ചു, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നെന്താ പറയുന്നത് അറിയോ? യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്കും വനിതാ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്കും ഇയാൾക്കെതിരെ നിരന്തരമായി ഉപദ്രവമേറ്റിട്ടുള്ള എനിക്കറിയാം. ഞാൻ പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാരാ? ഈ നേതാക്കന്മാരാ. ഇത് ഞാൻ മുൻപ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ടാണ് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നതാണ്. അത് അബിൻ വർക്കീനെ പോലെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തി കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇനി ഇവർക്ക് എന്താ അവർ ഉദ്ദേശിക്കുന്നത്? നിയമസഭാ ഇലക്ഷനിലേക്ക് ഇവർ കൊണ്ടുപോകുമോ? ഈ ഉചിതമായ സമയം എന്നാ? നിയമസഭാ ഇലക്ഷൻ കഴിച്ചിട്ടാ? എന്തുകൊണ്ടാണ് പ്രശ്നം എന്നറിയോ? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്നെ പുറത്താക്കുക, ഞാൻ കാണിച്ചു തരാം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾ എന്നെ പുറത്താക്കുക, ഞാൻ കാണിച്ചു തരാമെന്ന്. അത് പുറത്താക്കി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നെഞ്ചിടിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. ആ കൂടെയുള്ള ആൾക്കാർക്കെതിരെ വന്നാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതുകൊണ്ടേ പറയും, ഈ റീൽ പാർട്ടി ഉണ്ടല്ലോ, ഈ റീൽ പാർട്ടി ചില്ലറയല്ല കോൺഗ്രസിനെ കൊണ്ട് പെടുത്തിയിരിക്കുന്നത്. ചെറിയ രീതിയിലൊന്നല്ല, വലിയ രീതിയിൽ കൊണ്ട് പെടുത്തി അതിൽ നിന്ന് ഞാൻ പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, AK ആന്റണി, MM ഹസൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വലിയ നിരയുണ്ടായിരുന്നല്ലോ കോൺഗ്രസ്സിന്. ആ നിരനെ ആരെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ആ റേഞ്ചിലുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ മതിയായിരുന്നു ഇന്നത്തെ ആ ഒരു ഉത്തരവാദിത്തോട്. ഇപ്പം പറയാൻ പറ്റിയ ആളാരാ? രമേശ് ചെന്നിത്തലയോട് പാലക്കാട് പറയാൻ സമ്മതിച്ചിട്ടില്ല എന്ന് കണ്ടോ? ഒരക്ഷരം മിണ്ടാൻ സമ്മതിച്ചിട്ടില്ല രമേശ് ചെന്നിത്തലയെ കൊണ്ട്. VD സതീശനെ കൊണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിക്കുന്നുണ്ടോ? ഒരക്ഷരം പറയാൻ സമ്മതിക്കുന്നില്ല. പറയാൻ സമ്മതിക്കുന്ന ആരെയാ? ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരെ കൊണ്ട് മാത്രമേ പറയാൻ സമ്മതിക്കത്തുള്ളൂ. KPCC പ്രസിഡന്റ് വന്നിട്ട് എന്താ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. KPCC പ്രസിഡന്റ് വന്നിട്ട് പറയേണ്ടത് എന്താണ്? കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇതേ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഇന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ സമയത്ത്? ഞാൻ കോൺഗ്രസ് നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലല്ലോ. പക്ഷേ ഇവരിത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും ആലോചിക്കുകയാണ്, നാളെ. ഇപ്പം നോക്കി, വൈകുന്നേരം പുതിയ FIR വീണമെന്നേ. ഇവർ തന്നെ കൊടുത്ത പരാതി പോലീസിലേക്ക് കൈമാറുമ്പോൾ അതിന് മേലെ FIR വീടുകയെന്ന് വിചാരിച്ച പൊട്ടന്മാരാണ് അവർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്ക് ഒരു പെൺകുട്ടി പരാതി കൊടുക്കുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ എണ്ണി ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചത്, ഇങ്ങനെയാണ് ചെയ്തത്, ഇതുപോലെയാണ് ഉപദ്രവിച്ചത് എന്ന് എണ്ണി പറഞ്ഞിട്ട് ആ പരാതി KPCC പ്രസിഡന്റ് അയക്കുമ്പോൾ ഈ പരാതി പോലീസിലേക്ക് എത്തൂല എന്നാണ് വിചാരിച്ചത്. ഇത് ഇങ്ങോട്ട് എത്തിയില്ലെങ്കിൽ മനസ്സിലാക്കണ്ടേ? ഇവരത് പോലീസിലേക്ക് കൈമാറുമ്പോൾ ഇതിൻ്റെ FIR ഇന്നല്ലെങ്കിൽ നാളെ വീഴുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമെങ്കിലും ഇവർക്ക് വേണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താ? 2 പീഡന കേസിലെ പ്രതിയായില്ലേ? 2 പീഡന കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസ് 2ആണ്. ഒരു MLA കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ പ്രജുൽ രേവണ്ണയല്ലേ അല്ലേ? കർണാടകയിൽ പ്രജുൽ രേവണ്ണൻ്റെ അവസ്ഥ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്തല്ലേ? 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? ഇനിയിപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ പെൺകുട്ടികൾ പുറത്തേക്കാണ് ഈ പറയാൻ തുടങ്ങി. കോൺഗ്രസിനകത്തുനിന്ന്, പുറത്തുള്ളവരല്ല. ഇതെന്താ? കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംവിധാനം, ഒരു പുലബന്ധം പോലും ഇല്ലാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ച പരാതിൻ്റെ മേലെയാണ് വരുന്നത്. കോൺഗ്രസിനകത്ത് വരാൻ തുടങ്ങിയാണ്ടല്ലോ, അവർക്കൊരു തന്നിടം കിട്ടിയാലുണ്ടല്ലോ ഇങ്ങനെ പടപടപടാന്ന് വരും. ഇവരെ കൊണ്ട് ചാടിക്കുന്ന വലിയ കുഴിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്രിമിനൽ കൂട്ടത്തെ പുറത്താക്കാൻ കോൺഗ്രസ്, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നടപടി സ്വീകരിക്കുക. നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കൊടുക്കുന്നത്, ഈ കോൺഗ്രസ് പ്രവർത്തകൻ കൊടുക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോ, ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ എന്നുള്ള സന്ദേശമാണോ? അങ്ങനെയാണോ സന്ദേശം കൊടുക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഇനി നിങ്ങൾ പറയും എന്താണ് ഒരു കേസ് ജയിലിൽ അറസ്റ്റ് ചെയ്തു, പുറത്ത് തെളിയിച്ച് പുറത്ത് വരുമ്പോൾ ഇതിനൊക്കെ സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർക്ക് എവിടെയും ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തെ ആ അവസ്ഥയിൽ എത്തിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടം ഞാൻ എപ്പോഴും പറയുന്നത് അറിയോ? ഈ റീൽ സംഘത്തെ സൂക്ഷിച്ചോളൂ. ആ റീൽ സംഘം നിങ്ങളെ ഇനിയും കൊണ്ട് പ്രശ്നത്തിച്ചടിക്കും. ഈ റീൽ സംഘമാണ് നിങ്ങളുടെ ബേക്കിൽ നിന്ന് ചെവിയിൽ ഓതിത്തരുന്നെങ്കിൽ ആ ഓതിത്തരുന്നത് നിങ്ങളുടെ തലയുടെ പിന്നാമ്പുറത്ത് കിട്ടുന്ന അടിയായിരിക്കും. പിന്നാമ്പുറത്ത് കിട്ടുന്ന അടിയായിരിക്കും. ഓക്കെ, ഒരു ഡെവലപ്മെന്റ്. ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ എന്നാണ് ചോദ്യം. ഇനിയും കൈവിടാതിരിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. എന്താണ് ഇന്ന് രാവിലെ ഈ വാർത്താപ്രഭാതം തുടങ്ങുമ്പോൾ ആദ്യം വന്ന ബൈറ്റ് മുരളീധരൻ്റെയാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇന്ന് ആ ബ്രഹ്മാസ്ത്രം ബൂമറാങ്ങായിട്ട് കോൺഗ്രസിന്റെ നെഞ്ചത്ത് തറച്ചതാണ് ഈ വാർത്താ സായാഹ്നത്തിൽ നമ്മൾ കാണുന്നത്. 2ാമത്തെ കേസും ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ ലേബലിലുള്ള MLA ആണ്.
പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലുണ്ട്. പല ഘട്ടങ്ങളിൽ KPCC അധ്യക്ഷനെടുത്ത നിലപാടെന്താ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പക്ഷേ പ്രചരണത്തിന് വിലക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അയാൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വരെ പങ്കെടുത്തില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ബ്രഹ്മാസ്ത്രം കിട്ടാമായിരുന്ന ഒരു സുവർണ അവസരത്തിൽ പ്രയോഗിക്കേണ്ടിയിരുന്ന ബ്രഹ്മാസ്ത്രത്തെ സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, എത്ര വൈകി എത്തിയതാണെങ്കിലും ഇതൊരു അവസരമായിരുന്നു. ഈ ഒരു അതിജീവിത KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും അടക്കം ഒരു പരാതി കൊടുക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് മറ്റ് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തു, അതിനകത്ത് കോപ്പി ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് DGPക്ക് കൊടുക്കുന്നു. എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് അടിക്കുന്നു. നോക്കൂ, CPM ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ DGPക്ക് കൊടുത്തോ? അത് നിങ്ങളുടെ കൺട്രോൾ കമ്മീഷനിലേക്കല്ലേ പോയത്? അത് നിങ്ങൾ ഒരു പ്രത്യേക തീവ്രത അളക്കുന്ന കമ്മീഷൻ വന്നല്ലേ അളന്നത്? പകരം ഞങ്ങൾ അങ്ങനെയല്ലോ, DGPക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ ഇയാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് വേണ്ടി കൈയടിക്കാൻ അണികളുണ്ടാകുമായിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പോലും ഒരുപക്ഷെ ഇതാകുമായിരുന്നു. ആ പാർട്ടിക്ക് കിട്ടിയ ആദ്യത്തെ നടപടി അല്ല ആന്റോ കേസ്. പറയുന്നത്തെ കൗതുകകരമായ ഒരു കൗശലം കാണിച്ചത് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ 3/15 അല്ല രേഖാമൂലം കിട്ടിയത് 2025 നവംബർ മാസം 28 3:15 അതിജീവിത പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ രേഖയാണിത്. അല്ല, ആദ്യമായി കിട്ടിയ രേഖ നവംബർ 28 പോട്ടെ. പക്ഷെ ഇപ്പോൾ കിട്ടിയ ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് CPM-നെ പ്രതിരോധത്തിലാക്കാൻ ഉണ്ടായിരുന്നു. നോക്കൂ, വാസുവിന് ജാമ്യം കിട്ടിയിട്ടില്ല. 60-65 ദിവസത്തെ അടുത്ത 6 ആഴ്ചത്തേക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് SITക്ക്. എല്ലാ ഭാഗവും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയല്ലേ. ഇന്ന് ആ പാർട്ടിക്ക് ആ വാർത്ത ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് ആ പാർട്ടി നിലപാടെടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ആദ്യത്തെ വിഷയം അത് എടുക്കുകയും രണ്ടാമത്തെ വിഷയം സ്വർണ്ണക്കൊള്ളയോ അതല്ലെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നില്ലേ, PMC പദ്ധതിയിൽ ജോൺ ബിട്ടാസാണ് ഇടനില നിന്നത് എന്ന്, ഒരു ബ്രിഡ്ജായിട്ട് നിന്നത് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പാലമായി നിന്നത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞില്ലേ? വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? PMC പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ ജോൺ ബിട്ടാസിന് എന്തായിരുന്നു റോൾ എന്ന് കേരളം ചോദിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ നഷ്ടപ്പെടുത്തി. ഇതാണ് കോൺഗ്രസ് ചെയ്യുന്ന അബദ്ധം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും വൈകുന്തോറും കോൺഗ്രസ് നിമിഷം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനിയും വൈകുകയാണെങ്കിൽ ഈ കേസ് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ രണ്ടാമത്തെ കേസ് കൂടെ വന്നിട്ടുണ്ട്. ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാ 2023 അതായത് 2023 ഇയാൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, 2024 25 ഇയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇയാളുടെ ക്രിമിനൽ ആൻറ്റീസിഡൻസ്, ക്രിമിനൽ പൂർവ്വ പശ്ചാത്തലം നാളെ കോടതിയുടെ മുൻപിലെത്തും. സ്വാഭാവികമായും അത് ജാമ്യം നിഷേധിക്കുന്നതിനുള്ള പ്രധാന കാരണമായി തീരും. അപ്പോൾ ജാമ്യം നിഷേധിക്കുന്നതുവരെ കാത്തിരിക്കുക എന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ചെയ്തത് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് കാറോടിച്ചയാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാവിധ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ, ക്രിമിനലായിട്ടുള്ള എല്ലാ നടപടികൾക്കുമൊപ്പം കൂട്ടുനിന്ന നിഴൽ പോലെ ഉണ്ടായിരുന്ന ഒരാളെ പത്തനംതിട്ടയിലെ മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയ വനിതാ നേതാവിനെ മാലയിട്ട് ഷോൾ അണിയിച്ച് സ്വീകരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. മറ്റൊരു നേതാവ് ഈ ഒളിവിലിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ നിമിഷത്തിൽ അന്ന് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ചയാൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇതാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ നേതാവിനെ കോൺഗ്രസ് കൊടുക്കുന്ന പാരിതോഷം എന്ന് പറഞ്ഞാൽ? രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ കൈവിടുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുക്കാം, രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രചരണത്തിൽ പങ്കെടുക്കണമെന്ന് പ്രാദേശിക നേതൃത്വം തീരുമാനിക്കാമെന്ന നിലപാടാണ് KC വേണുഗോപാൽ അടക്കം എടുത്തത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച, ഞാൻ എണ്ണി നോക്കി, 27ഓളം സ്ഥാനാർത്ഥികളെയാണ് പത്തനംതിട്ടയിലും കേരളത്തിലെ വിവിധ ഇടങ്ങളിലും അടക്കം സ്ഥാനാർത്ഥികളായി നിർത്തിയത്. അവിടെയും തീർന്നില്ല, ഒഴിവാക്കിയവരുടെ പട്ടികയുണ്ട് കേട്ടോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച 27ഓളം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ പറഞ്ഞ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളടക്കമുള്ളവർക്ക് അവസരം നിഷേധിക്കപ്പെട്ടു. അത് നമ്മുടെ മുന്നിൽ പച്ചയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ ശക്തമായി പ്രതികരിക്കും. ഞാനിന്ന് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് കെ മുരളീധരൻ പറയുമ്പോൾ ആ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് തള്ളിപ്പറയാൻ പറ്റാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന്
ഷാഫി പറമ്പിൽ രാവിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ അടുപ്പമോ അടുപ്പക്കുറവോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ സ്വാധീനിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ഞാനും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ ഞാനും കുറെ ശ്രമിച്ചിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകം അറിയണം, ഉമ്മൻചാണ്ടിയുടെ മനസ്സ് ആർക്കൊപ്പമായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമായിരുന്നോ? അല്ല. JS അഖിലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കാമെന്നാണ് ഈ ഉമ്മൻചാണ്ടി ഷാഫി പറമ്പിൽ അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നത്. ആ JS അഖിലിനെ വെട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ഷാഫി കാണിച്ച താല്പര്യത്തിനു പിന്നിൽ എന്താണ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷവും കൈവിടാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോണിലുള്ള രേഖകൾ ഭയക്കുന്നതാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇടപാടുകളിൽ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് കരുതി ജയിലഴികളിൽ പോകുമെന്ന് ഭയക്കുന്നതാരാണ്? അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് കളയാതെ അവസാനത്തെ നിമിഷവും സംരക്ഷിച്ചു പിടിച്ച് നിർത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട കോൺഗ്രസ് അത് ബൂമറാങ്ങായി സ്വന്തം നെഞ്ചത്ത് പ്രയോഗിക്കുന്നതാണ് ഇന്നത്തെ വാർത്താപ്പകൽ കണ്ടത്. എത്രയും വേഗം ഈ രാഷ്ട്രീയ മാലിന്യത്തെ നിങ്ങൾ പുറത്ത് കളയുന്നുണ്ടോ അത്രയും എളുപ്പം കോൺഗ്രസിന് ഈ പ്രതിരോധത്തിൽ നിന്ന് പുറത്തു വന്ന് CPM-നെതിരെ സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനിൽ ശക്തമായി മുന്നോട്ട് പോകാം. ഇത് മുന്നോട്ട് പോകുന്തോറും കേരളത്തിലെ മാധ്യമവും പൊതുജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് പാർട്ടിക്ക് അപകടമാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. സുജയ, ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ നിന്നാണ്, അതായത് ഇന്നത്തെ സാഹചര്യം വെച്ചാണ് ഞാൻ ഈ അഭിപ്രായത്തിലേക്ക് എത്തിയത്. കാരണം നിങ്ങളൊക്കെ പറയുന്നത് പോലെ തൂത്തുവാരി കൊണ്ട് കളയാൻ ഒരു ചൂലുകൊണ്ട് തൂത്തിവാരി ഇടാൻ പറ്റുന്നത്ര മാലിന്യമാണെങ്കിലാണല്ലോ പെട്ടെന്നൊരു നടപടി എടുക്കാൻ കഴിയുക. ഇതൊരു ടിപ്പറിലടിക്കേണ്ട അത്ര മാലിന്യമുണ്ട് എന്നുള്ളത് പാലക്കാട്ടെ പെർഫോമൻസിലൂടെ രമേശ് ചെന്നിത്തല അവിടെ വന്ന് നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കും, അദ്ദേഹം മറുപടി പറയും. തത്സമയം കണ്ടതല്ലേ. അപ്പോൾ ഒരു ടിപ്പറിലടിക്കാനുള്ള മാലിന്യം ഒന്നിച്ച് കിടക്കുന്നുണ്ട്. അത്രയും കോരി കഴിയുമ്പോഴേക്കും ആ കോരാൻ ചെല്ലുന്നയാൾ അവിടെ ഉണ്ടാകുമോ? അതാണ് സംശയം. കാരണം അയാളും ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് വീഴേണ്ടി വരുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കണക്ഷനുകൾ ഉണ്ടാകും. ഇന്ന് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഈ ലൈംഗിക വേട്ടക്കാരൻ, അങ്ങനെ വേണം, വെറും ഇരയും വേട്ടക്കാരനുമല്ല, ലൈംഗിക വേട്ടക്കാരൻ. ഈ ലൈംഗിക വേട്ടക്കാരന് നല്ല ഒന്നാന്തരം കവചം ഈ കൈകൊണ്ട് പൊതിഞ്ഞു പിടിക്കുകയാണ്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം കൊണ്ട് ഒരു ലൈംഗിക വേട്ടക്കാരനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൈക്കമാൻഡ് ലോ കമാൻഡ് എന്നൊന്നും പറഞ്ഞ് വ്യത്യാസപ്പെടുത്തി കാണുന്നൊന്നും വേണ്ട. ഹൈക്കമാൻഡ് എന്ത് ചെയ്തു എന്നാണ്? ഹൈക്കമാൻഡ് ഒന്നും ചെയ്തിട്ടില്ല. സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സിലെങ്കിലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു വരി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു, ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള MP ആണ്. സോണിയാഗാന്ധി പ്രായാധിക്യമോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ സ്ഥിരമായി വന്ന് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളല്ല എന്നത് വെച്ച് മാറ്റി നിർത്തിയാലും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പറയാമല്ലോ, അവർക്കൊന്നും ഈ രാജ്യത്തെ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയുമില്ലേ, ഒരു പ്രതികരണവുമില്ല. അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തെ കൈവിട്ടില്ലേ എന്ന ചോദ്യത്തിന് അവർ കൈവിടാത്തിടത്തോളം കാലം കൈവിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എൻ്റെ വ്യക്തമായ ഉത്തരം ഇതാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനൊക്കെ K മുരളീധരൻ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ബ്രഹ്മാസ്ത്രം അനക്കാൻ സമ്മതിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പ്രയോഗിക്കുക? അപ്പോൾ പ്രയോഗിക്കാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് തോന്നിയ ആഗ്രഹമാണ്. പക്ഷേ പ്രയോഗിക്കാനൊന്നും സമ്മതിക്കില്ല. കാരണം ഈ ഭസ്മാസുരൻ ആരെയൊക്കെ ഭസ്മമാക്കും, ഡോക്ടർ അരുണിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഭസ്മാസുരൻ ആരെയൊക്കെ ഭസ്മമാക്കും എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. ആ പേടി ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുകഞ്ഞ കൊള്ളി പുറത്ത്, കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പോകാം എന്ന് മുരളീധരൻ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഈ കൊള്ളി കൊണ്ടുള്ള കുത്തേൽക്കും എന്ന് പേടിച്ച് കുറേ പേര് മാറി നിൽക്കുന്നതാണ്. കാരണം അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കൊള്ളി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഈ കൊള്ളി ആരെയൊക്കെ കുത്തും, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ നടപടി വൈകുന്നത്. മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഗ്യാങ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഗാങ്സ്റ്റർ ആരാണ്, OG ആരാണ്, ഹു ഇസ് ദ റിയൽ OG ഇൻ കോൺഗ്രസ്, അതാണ് അറിയേണ്ടത്. ഒരു ഗാങ്സ്റ്റർ ഉണ്ടെന്നേ, ആ ഗാങ്സ്റ്ററുടെ പണത്തെ, ആ ഗാങ്സ്റ്ററുടെ അധികാരത്തെ, ആ ഗാങ്സ്റ്ററുടെ രീതികളെ, അതിനെയൊക്കെ ഭയക്കുന്നത് കൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ നടപടിയെടുക്കാൻ കഴിയാത്ത. അല്ലാതെ KC വേണുഗോപാലിന് നടപടിയെടുക്കാനോ ഈ കാര്യങ്ങളിൽ മറുപടി പറയാനോ അറിയാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതുവരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇപ്പോൾ ജാർഖണ്ഡിലെ വിഷയം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് KC വേണുഗോപാൽ. കേരളത്തിൽ നിന്നുള്ള നമ്മുടെ MP ആണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒറിജിനൽ ഗാങ്സ്റ്ററിനെ ഭയക്കുന്നുണ്ടോ കോൺഗ്രസ്? അതിനുള്ള മറുപടിയാണ് കോൺഗ്രസ് തരേണ്ടത്. രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുന്നതിനായി ഈ പെൺകുട്ടി പരാതി നൽകി തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ CPIM-ഉം BJP-യും ആണ്. പിന്നെ CPIM-ഉം BJP-യും അല്ലേ നീ പോയി പീഡിപ്പിച്ചോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞത്? ഇത്രയധികം സ്ത്രീകളെ പോയി പീഡിപ്പിച്ചോളൂ, ഞങ്ങൾ ഇപ്പുറത്ത് കൈയടിക്കാമെന്ന് പറയേണ്ട പാർട്ടികളല്ല അത് രണ്ടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തെക്കുറിച്ച് നിയമപരമായി നിയമ സംവിധാനത്തിന് മുന്നിൽ ഒരു പരാതി വന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഒരു ക്രിമിനൽ ആണെന്ന് ബോധ്യം
ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇതുവരെ എടുത്ത നടപടി തന്നെ ഞങ്ങളുടെ വലിയ മഹാമനസ്കത എന്ന രീതിയിലാണ് നേതാക്കളുടെ പ്രതികരണം കണ്ടത്. അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തെ കൈവിടാത്ത പാർട്ടി ഇതിന് അനുഭവിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിക്ക് വേണ്ടി ഹൂ കെയേഴ്സ് ആണല്ലോ, അതിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഹൂ കെയേഴ്സ് ഫോർ ദ പാർട്ടി എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നോബഡി കെയേഴ്സ് എന്നുള്ളതാണെങ്കിൽ നോബഡി കെയർ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ജനവും അത് പറയും വി ഡോണ്ട് കെയർ എന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല, രാജ്യത്തോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ കൂടി ഇല്ലാതാകരുത് എന്നുണ്ടെങ്കിൽ പാർട്ടിയോട് ആർക്കെങ്കിലും ഏതെങ്കിലും ഹൈക്കമാൻഡിനോ ലോ കമാൻഡിനോ ആർക്കെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തെ പെട്ടെന്ന് കൈവിടണം, അല്ലെങ്കിൽ ഈ കൂട്ടം നിങ്ങളെയും കൊണ്ടേ പോകും. ഒരു അഭിപ്രായം കൂടി ഞാനൊന്ന് രേഖപ്പെടുത്തിക്കോട്ടെ. അത് ലസിത നായരോടാണ്. പാലക്കാട് CPM-ന്റെ പോഷക സംഘടനയായ പത്തനംതിട്ടയിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയോടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ആ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണമുണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങളത് ഉപേക്ഷിക്കണം, അതല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും അത് കൊടുക്കണം. അത് കാലഹരണപ്പെട്ടു പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾ നോ.